ഇന്നത്തെ മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. NSSനെ വാനോളം പുകഴ്ത്തിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തെ സ്വാഗതം ചെയ്തും പ്രതിപക്ഷ നേതാവ് VD സതീശൻ NSSനോട് തനിക്ക് അകൽച്ചയില്ല എന്നും സംഘപരിവാറിനെ അകറ്റി നിർത്തുന്നതിൽ മികവ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് NSS എന്നുമാണ് പ്രതികരണം. NSS വേദിയിൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള ക്ഷണം കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. തനിക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തെ പോസിറ്റീവായി കാണുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായി കാണും. തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ തെറ്റുകൾ. നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. VD സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ടുകാരൻ എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കേണ്ടത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ. ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ലേ. ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല, ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിന്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSനുള്ളത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. NSSനെ സംഘപരിവാറിനെ ചെറുത്തു നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സംഘടന എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അവിടേക്ക് രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസിനുള്ള അംഗീകാരമായി കാണുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം, ആ വിമർശനം പരിശോധിക്കും, എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് VD സതീശന്റെ ഈ വിഷയങ്ങളിലെ ഒരു സമീപനം? പക്വതയുള്ള ഒരു നേതാവാണ് താൻ എന്നത് അത് സ്ഥാപിക്കലാണോ ഇന്നത്തെ ഈ പ്രതികരണങ്ങളിലൂടെ അദ്ദേഹം തെളിയിക്കുന്നത്? അതിലെ എന്താണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജുമാർ, VD സതീശന്റെ ഈ സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് നമുക്കെല്ലാം അറിയാം. സാമുദായിക സംഘടനകളുടെ തിണ്ണനിറങ്ങില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. സാമുദായിക സംഘടന നേതാക്കളുടെ തന്നെ കണ്ണിലെ കരടായി സതീശനെ മാറാൻ അത് കാരണമായിരുന്നു. പക്ഷേ ഇന്ന് VD സതീശൻ സ്വീകരിച്ച നിലപാട് നമുക്കെല്ലാം മുന്നിലുണ്ട്. അതായത് NSSനെ സ്വാഗതം ചെയ്യുന്നു. NSSനോടുള്ള നിലപാടെല്ലാം തന്നെ മയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സംഘപരിവാർ ശക്തികൾ അത് പല ഹൈന്ദവ സംഘടനകളിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ചപ്പോൾ അതിനെല്ലാം പ്രതിരോധിച്ച് ഒരു ധീരമായ നിലപാട് സ്വീകരിച്ചവരാണ് NSS നേതൃത്വമെന്ന് പുകഴ്ത്തുകയാണ് എന്ന് VD സതീശൻ. മാത്രമല്ല ചെന്നിത്തലയെ NSS നേതൃത്വം ക്ഷണിച്ചത് അത് പോസിറ്റീവായി കാണുന്നു. ഏത് നേതാവിനെയും സാമുദായിക സംഘടനാ നേതാക്കൾ ക്ഷണിച്ചാൽ അതിന്റെ ഗുണം ലഭിക്കുക കോൺഗ്രസിനാണ്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശനും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ടുവരുന്നു. സതീശനെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. ആ വിമർശനങ്ങളെല്ലാം താൻ ഉൾക്കൊള്ളുന്നു. തന്റെ ഭാഗത്തും ഏതെങ്കിലും തെറ്റുകൾ പിഴവുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ താൻ തയ്യാറാണ്. അതല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ വിമർശിച്ചതിനെ താൻ മെക്കിട്ട് കയറാറില്ല. ആ നിലപാടാണ് ഇന്നിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും NSSനോടുള്ള നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് ഈ വിമർശനങ്ങളെയും വെള്ളാപ്പള്ളി നടേശ വിമർശനങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, പുനഃസംഘടനയും അതോടൊപ്പം തന്നെ 2026 കോൺഗ്രസ് തിരിച്ചു വരികയാണെങ്കിൽ ആരാകണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകളെല്ലാം തന്നെ കോൺഗ്രസിൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് സാമുദായിക സംഘടനകളുടെ എല്ലാം തന്നെ ഒരു സമീപനം ഇപ്പോൾ VD സതീശൻ മയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മതവും രാഷ്ട്രീയവും തമ്മിൽ അത് അകൽച്ച വേണം. പക്ഷേ സാമുദായിക സംഘടനാ നേതാക്കളുമായി നല്ല ബന്ധം ഇന്നും കോൺഗ്രസ് സ്ഥാപിക്കാറുണ്ട്. അങ്ങനെ ഒരു സെക്യുലർ നിലപാടാണ് കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്നത്. തന്റെ മുൻ നിലപാട്, അതായത് NSS നേതൃത്വത്തിലുള്ള തന്റെ മുൻ നിലപാട് അതൊരു പൊസിഷനിങ് ആയിരുന്നു, അതൊരു സാഹചര്യത്തിനനുസരിച്ച് നിലപാടായിരുന്നു. ആ നിലപാട് ഇപ്പോൾ പ്രസക്തമില്ല എന്നാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിൽ സമീപ ദിവസങ്ങളിലെ സമവാക്യങ്ങളിലുണ്ടായ മാറ്റവുമൊക്കെ ഇപ്പോഴത്തെ VD സതീശന്റെ പ്രതികരണങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. NSSനെ അദ്ദേഹം പുകഴ്ത്തുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തെ അദ്ദേഹം പോസിറ്റീവായി കാണുന്നു. ചുരുക്കത്തിൽ ആ മട്ടിൽ ഈ സമീപ ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ചില ചേരിമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൂചനയാണ് VD സതീശന്റെ വാക്കുകളിലുള്ളത് എന്നാണ് അതിനിടയിലൂടെ വായിക്കുമ്പോൾ കിട്ടുന്ന സൂചന. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകി.